പെട്ടെന്ന് കരയുന്ന ആളുകളുടെ മനഃശാസ്ത്രം വീക്കാണോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആണോ? നമ്മുടെ ചുറ്റുപാടിൽ ചില ആളുകൾ ഉണ്ടാകും. ചെറിയ കാര്യമാകട്ടെ, ഒരാൾ പറഞ്ഞൊരു വാക്കാകട്ടെ, പെട്ടെന്ന് കണ്ണു നിറയും. പലരും പറയും ഇവൻ ഓർ ഇവൾ വളരെ വീക്കാണെന്ന്. പക്ഷേ സത്യം അതല്ല. ഇതിന് പിന്നിൽ സ്ട്രോങ് ആയ ഒരു സൈക്കോളജി ഉണ്ട്. ഒന്ന്, ഇമോഷണൽ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആണ്. ഇത്തരം ആളുകളുടെ ബ്രെയിനിൽ ഇമോഷണൽ പ്രോസസ്സിംഗ് പാർട്ട് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഫീലിംഗ്സ് വളരെ ഇന്റൻസീവ്ലി എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഇവർക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അടുത്തതായി, ഓവർ തിങ്കിങ് ആൻഡ് ഡീപ് തിങ്കിങ്. പെട്ടെന്ന് കരയുന്ന ആളുകൾ സാധാരണ ഓവർ തിങ്കേഴ്സ് ആയിരിക്കും. ഒരു ചെറിയ സംഭവം പോലും അവർ പല ആംഗിളിൽ അനലൈസ് ചെയ്യും. അവൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട്, എന്നെ കുറിച്ച് എന്തെങ്കിലും തിങ്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള തോട്ട്സ് അക്യുമുലേറ്റ് ചെയ്ത് അവസാനം ടിയേഴ്സ് ആയി പുറത്തു വരും. അടുത്തതായി, സപ്രസ്ഡ് ഇമോഷൻസ്, അതായത് അടക്കി വെച്ച വികാരങ്ങൾ. ചിലർ അവരുടെ ഫീലിംഗ്സ് ഓപ്പൺലി പറയാറില്ല. അവർക്ക് ദുഃഖമുണ്ടെങ്കിലും അവർ സ്മൈൽ ചെയ്ത് നടക്കും. പക്ഷേ ഉള്ളിൽ എല്ലാം സ്റ്റോർ ആയിരിക്കും. ഒരിക്കൽ ചെറിയ ട്രിഗർ വന്നാൽ അത് മുഴുവൻ ടിയേഴ്സ് ആയി പുറത്തു വരും. അടുത്തത്, എമ്പതി കൂടുതലുള്ളവർ, അതായത് മറ്റുള്ളവരുടെ വേദന ഫീൽ ചെയ്യുക. ഇവർക്ക് മറ്റുള്ളവരുടെ പെയിൻ പോലും സ്വന്തം പെയിൻ പോലെ ഫീൽ ചെയ്യും. ഒരു സാഡ് സീൻ കണ്ടാലും ഒരാൾക്ക് പ്രശ്നം വന്നാലും അവരുടെ കണ്ണു നിറയും. ഇത് എമ്പതി എന്ന ക്വാളിറ്റിയാണ്, വളരെ റയറായ ഒരു സ്ട്രെങ്ത്. അടുത്തതായി, ലോ ഇമോഷണൽ സപ്പോർട്ട്, സഹായം കിട്ടാത്തത്. ഒരാൾക്ക് ലൈഫിൽ പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ, അവരുടെ ഫീലിംഗ്സ് ഷെയർ ചെയ്യാൻ ആരുമില്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ഹെവിയായി ഫീൽ ചെയ്യും. അടുത്തതായി, ഫിസിക്കൽ ആൻഡ് ഹോർമോണൽ ഫാക്ടേഴ്സ്. ഉറക്കക്കുറവ്, സ്ട്രെസ്, ഹോർമോൺ ചേഞ്ചസ്, എസ്പെഷ്യലി പീരിയഡ്സ്, പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ്, ഇവ ഇമോഷണൽ അൺസ്റ്റേബിൾ ആക്കാം. അതുകൊണ്ട് ക്രൈയും ഈസിലി ഉണ്ടാകാം. ദെൻ വെൻ ടു വറി, എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ദിവസവും കരയുന്നത്, ചെറിയ കാര്യങ്ങൾ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, സാഡ്നെസ് ലോങ് ടൈം സ്റ്റേ ചെയ്യുന്നതും. അങ്ങനെയാണെങ്കിൽ അതൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ ആകാം. അപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതാണ് നല്ലത്. പെട്ടെന്ന് കരയുന്നത് ഒരു വീക്ക്നെസ് അല്ല, അത് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ഹേർട്ട് ഉണ്ട് എന്നതിന്റെ തെളിവാണ്. പക്ഷേ അതിനെ മനസ്സിലാക്കി കൺട്രോൾ ചെയ്യാനും പഠിക്കണം. നിങ്ങൾക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? കമന്റിൽ ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.